ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഒരു പ്രഭാതം കൂടി കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കുന്ന എല്ലാ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് വെളിപ്പാട് പുസ്തകത്തെ ആസ്പദമാക്കി ചിന്തിച്ചുകൊണ്ട് ഒരു ദിവസം ആരംഭിക്കുന്നത് ഏറ്റവും അനുഗ്രഹപ്രദമാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. അപ്രകാരം നമുക്ക് ഇന്ന് നൽകപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഭാഗം ഇരുണ്ട ലോകത്ത് ഒരു വെളിച്ചം. നൽകപ്പെട്ടിരിക്കുന്ന വേദഭാഗം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകൾ കണ്ടു. ഇവിടെ പത്മോസ് ദ്വീപിലായിരിക്കുന്ന യോഹന്നാൻ അപ്പോസ്തലൻ ഒരു കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി തീർന്നു എന്ന് തിരുവചനം പറയുന്ന കർത്തൃ ദിവസം ഏതാണ് എന്ന് നമ്മൾ മുന്നമേ ചിന്തിച്ചു. ഒരു ശബത്ത് നാളില യഹോവയുടെ ദിവസത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ ആത്മവിവശനാവുന്നു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി തീരുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ യോഹന്നാൻ അപ്പോസ്തലൻ കാഹളത്തിനൊത്ത ഒരു ശബ്ദം കേൾക്കുന്നു. കാഹളത്തിനൊത്ത ആ ശബ്ദം എന്താണ് എന്ന് തിരിഞ്ഞു നോക്കുന്ന യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നത് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി കർത്താവ് യേശു ക്രിസ്തു നടക്കുന്നതാണ് യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നത്. ഈ 7 പൊൻനിലവിളക്കുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, സ്വർഗത്തിലെ ദൈവം മോശ പ്രവാചകനോട് ഇപ്രകാരം കൽപ്പിച്ചു. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം: ഞാൻ അവരുടെ നടുവിൽ വസിക്കുന്നതിന് വേണ്ടി അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഈ വിശുദ്ധ മന്ദിരത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വിശുദ്ധ മന്ദിരത്തിന് 3 ഭാഗങ്ങളുണ്ട് എന്നും ആ വിശുദ്ധ മന്ദിരത്തിന്റെ പരിശുദ്ധ സ്ഥലത്ത് 2-ാമത്തെ ഭാഗമായിരിക്കുന്ന പരിശുദ്ധ സ്ഥലത്ത് 7 പൊൻനിലവിളക്കുകൾ ഉണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ 7 പൊൻനിലവിളക്കുകൾ എന്തിനെ പ്രദാനം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വചനം വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നു. കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പ്രകാരം പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന. അതുപോലെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവത്തിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്ന. അപ്പോൾ 7 പൊൻനിലവിളക്ക് പ്രതീകാത്മകമായിട്ട് വെളിപ്പാട് പുസ്തകം വെളിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ വചനമാണ് എന്ന് കാണുവാൻ സാധിക്കും. അതുപോലെ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മോട് ഓരോരുത്തരോടും പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന്. ക്രിസ്തു ആകുന്ന വലിയ വെളിച്ചത്തിൽ നിന്നും പ്രകാശം പ്രതിഫലിപ്പിച്ച് നമ്മളാകുന്ന ചെറിയ വെളിച്ചങ്ങൾ ഈ ലോകത്തിന്റെ അന്ധകാരം നീക്കുന്നതിന് വേണ്ടി വെളിച്ചമായി തീരണമെന്നാണ് കർത്താവ് യേശു ക്രിസ്തു നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു ആകുന്ന ആ വലിയ വെളിച്ചത്തെ ഈ ലോകത്ത് പ്രകാശിതമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരെയും സ്വർഗത്തിലെ ദൈവം വിളിച്ചിരിക്കുന്നത്. ഇവിടെ പത്മോസ് ദ്വീപിലായിരിക്കുന്ന യോഹന്നാൻ അപ്പോസ്തലന് കർത്താവായ ദൈവം ഇനിമേൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ക്രിസ്തു യോഹന്നാൻ അപ്പോസ്തലനോട് പറയുന്നു, ഈ കാണുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെയും നീ എഴുതി ഏഷ്യ മൈനറിൽ അന്ന് സ്ഥിതി ചെയ്തിരുന്ന എഫെസോസ്, സ്മിർന, പെർഗമം, തുരൈത്തീര, സാർഡിസ്, ഫിലോഡൽഫിയ, ലവോദിക്ക തുടങ്ങിയ 7 സഭകൾക്ക് നൽകണം എന്ന്. അപ്രകാരം തനിക്ക് ലഭിച്ചതായിട്ടുള്ള ആ വെളിച്ചത്തെ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി അന്നത്തെ സഭകൾക്ക് നൽകുകയും അത് ഇന്ന് വെളിപ്പാട് പുസ്തകം എന്ന പേരിൽ നമ്മുടെ കരങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നു. ആ വെളിച്ചത്തെ ലോകത്ത് പ്രതിഫലിപ്പിക്കണം എന്നാണ് ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. കാരണം അന്ധകാരത്തിന് വെളിച്ചം നൽകുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ് എന്ന്. അപ്രകാരം നമുക്ക് ലോകത്തിന്റെ വെളിച്ചത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിലായിരിക്കാം. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അടിയങ്ങളെ ലോകത്തിന്റെ വെളിച്ചങ്ങളാക്കി അവിടെ നിന്ന് ആക്കിയിരിക്കുന്ന വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന. അപ്രകാരം അവിടെ നിന്നാകുന്ന വലിയ വെളിച്ചത്തെ ഈ ലോകത്ത് പ്രതിഫലിപ്പിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ എൻ്റെ ദൈവവാടിയങ്ങളെ ഇടയാക്കി അനുഗ്രഹിക്കണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്തുന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.